ഇപ്പോൾ ഭാരതീയ ജ്ഞാന പരമ്പരയ്ക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായെന്ന് പറഞ്ഞു ഈ ഒരു ഇതിലൂടെ. അതേപോലെ ഇപ്പോൾ ഏറ്റവും ഒരു വെല്ലുവിളി ഉണ്ടായിരുന്ന പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ഭാഷകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉന്നത നിലവാരത്തിലേക്ക് എത്താൻ കുറേ ബുദ്ധിമുട്ടുകൾ. ഞാനൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. ഒരു മലയാള മീഡിയത്തിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് എത്തുമ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മളവിടെ പലരും ഡ്രോപ്പ് ഔട്ടായി പോകും, വളരെ കുറച്ച് പേർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ NEP ഒരു പ്രധാനപ്പെട്ട ആശയം എന്നത് ഭാരതീയ ഭാഷകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഭാരതീയ ഭാഷകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണ്? കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ അവിടെ പുസ്തകങ്ങളുടെ ലഭ്യത കുറവാണ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഭാരതത്തിന് ഇന്നത്തെ അവസ്ഥയിൽ? അതൊക്കെയാണ് അറിയേണ്ടത്. സന്തോഷകരമായൊരു കാര്യം ഈ പശ്ചാത്തലം ആദ്യം പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം അത് ഈ കണ്ടൻറ് ജനറേഷൻ, പുസ്തക നിർമ്മാണത്തിൻ്റെ വലിയൊരു കാര്യം നടക്കുന്നു. ഭാരതീയ ഭാഷാ പുസ്തക യോജന എന്നാണ് അതിൻ്റെ പേര്. കേന്ദ്ര സർവകലാശാല കാസർഗോഡ് ആരംഭിച്ചു. കേരളത്തിലെ 7 സർവകലാശാല വൈസ് ചാൻസലർമാരുണ്ടായിരുന്നു. വിവിധ സർവകലാശാലയിലെ കോളേജുകളിലും ഈ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ആ ഒരു പ്രക്രിയ ഒരു വശത്ത് നടക്കുന്നു. രണ്ടാമത്തത് ഭാരതീയ ഭാഷയിലുള്ള വിജ്ഞാന നിർമ്മാണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ആദ്യം എന്താണ് നമ്മൾക്കുള്ള ആവശ്യം? ഇന്ന് ഇംഗ്ലീഷിൽ പഠിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നു, നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് എഡ്യൂക്കേഷനിൽ പെട്ടെന്ന് മാറും. നിങ്ങൾക്ക് മാറാതിരിക്കുക ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കണമെങ്കിൽ പഠിക്കണം, അവസരം ഉണ്ടാവണം. പക്ഷേ പെട്ടെന്ന് മാറേണ്ട സമയത്ത് ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു ബ്രിഡ്ജിങ് സംവിധാനമാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ വേണ്ട ബ്രിഡ്ജിങ് സംവിധാനത്തിലൂടെ എനിക്ക് അത് തന്നെ പഠിക്കണം, ആ ഭാഷയിൽ തന്നെ പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പഠിക്കാൻ അവസരം വേണം. എനിക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ തുടരണം. അപ്പോൾ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരു മൾട്ടി ലിംഗ്വൽ വിദ്യാഭ്യാസം ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം വേണ്ടതാണ് വളരെ ഗുണനിലവാരമുള്ള കണ്ടൻറ്റുകൾ. ഇന്ന് പഠിക്കുന്നത് മാത്രമല്ല, എങ്ങനെ ഈ നാളെ പഠിക്കണം, ലോകത്തിന് മുഴുവൻ ഭാരതത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടൻറ്റ് എല്ലാ മേഖലയിലും നമ്മൾ തയ്യാറാക്കുന്ന രീതിയിലാണ്. ഒന്ന്, കേരളത്തിലെ ഇന്നത്തെ കുട്ടികളെ 50% എൻറോൾമെൻറ്റിലേക്ക് എത്തണമെങ്കിൽ ഗ്രാമീണ സമൂഹങ്ങൾ വരണം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, നമ്മുടെ ഗ്രാമീണ സമൂഹത്തിലെ കുട്ടികളെ അവർക്കൊന്നും മനസ്സിലാകാത്ത ഇംഗ്ലീഷിലേക്ക് പ്രാഥമിക തലത്തിൽ വെറുതെ മാറ്റുകയാണ്. അതിൽ മലയാളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അതിന് പ്രകാരം അവർക്ക് കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾ മലയാളം പഠിച്ചോളൂ, ഉന്നത വിദ്യാഭ്യാസം നിങ്ങൾക്ക് മലയാളം പഠിക്കാം, നിങ്ങൾക്ക് തൊഴിൽ മേഖലയിലേക്കും അങ്ങനെ പ്രവേശിക്കാൻ പറ്റും. നിങ്ങൾ ഭാഷ പഠിക്കുന്നതും ഭാഷയിൽ പഠിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സൈബർ ഏരിയയിൽ പഠിച്ചു, നിങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചതുകൊണ്ട് ഈ രംഗത്തൊരു ആദ്യം കുറച്ച് ഭാഷാ പ്രശ്നം വന്നാലും പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ വിഷയം ഗ്രാഹ്യം കൂടുതലായിരിക്കും. പല പ്രൊഫസർമാരും ഇത് പറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായിട്ട് ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട പല ആൾക്കാരും ആദ്യകാലത്ത് ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഉണ്ടായിരുന്നില്ല, അവരൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അന്നെന്താണ്, നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ സയൻസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എല്ലാവരും ഒരു ഡിക്ഷണറി വാങ്ങിയിട്ട് വാക്കിൻ്റെ അർത്ഥം പഠിക്കണമായിരുന്നു നോക്കിയിട്ട്. ഇന്ന് അങ്ങനെയല്ല, കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ മലയാളത്തിൽ വാക്കർത്ഥം അല്ലാതെ തന്നെ ആശയം തന്നെ നമ്മൾ നൽകാൻ തയ്യാറാക്കുന്നു. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഒരു കാര്യം ഈ കാര്യമാണ്. രണ്ടാമത്തെ, കുട്ടിക്ക് ഇത് തന്നെ പഠിക്കണമെങ്കിൽ ഇത് പഠിക്കുകയും ചെയ്യാം.